Hello guys, welcome back to my YouTube channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ചെയ്ത ഒരു വീഡിയോന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തത് ബഷീറിന്റെ ഫാമിലിയിൽ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് അതിനുശേഷം നടന്ന കുറച്ച് സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആ കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബഷീർ ഫാമിലിനെയാണ്. അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് മറ്റാരുമല്ല, റിയാക്ഷൻ വീഡിയോസ് അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയാസും കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി എന്താണ് ഇഷ്യൂ എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബഷീറിന്റെ വൈഫായിട്ടുള്ള സുഹാന എന്ന് പറയുന്ന ലേഡി അവരുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ, വീട്ടിലെ കാര്യങ്ങളും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് പോലെയുള്ള ഒരു വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയതിനു ശേഷം പറയുന്നുണ്ട്, എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഒറ്റയ്ക്ക് ഇവിടെ എന്നുള്ളത്, ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ്. അപ്പോൾ ബഷീറും മഷൂറയും ബാങ്കോക്കിലേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊരു ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് മെറ്റീരിയൽസോ കാര്യങ്ങളോ എടുക്കാനായിട്ട് പോയിരിക്കുകയാണെന്നുള്ളത്. പക്ഷേ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അതുപോലെ തന്നെ മീഡിയക്കാരും ഒക്കെ ഈ ഒരു ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ് അവരങ്ങനെ പോയിരിക്കണം എന്നുള്ളൊരു ഭാഗം കട്ട് ചെയ്ത് എടുത്ത് ഇവർ വേർപിരിഞ്ഞു, ബഷീറിനും മഷൂറയോടാണ് ഇഷ്ടം, സുഹാനെ ഒറ്റയ്ക്കാക്കി, സുഹാന്റെ സങ്കടം സഹിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻസ് അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് മറ്റുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള തമ്മിൽ കൊടുത്തിട്ടാണ് ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരാളിൽ ഒരുപാട് ചാനൽസിലാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് റിയാക്ട് ചെയ്തുകൊണ്ട് ബഷീർ അവരുടെ ചാനലിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, വൈഫും കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ വേർപിരിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യുന്നവരെയൊന്നും വിശ്വസിക്കരുത്, അവർ കാര്യം അറിയാതെയാണ് വീഡിയോ ചെയ്യുന്നത് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളുമായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ബഷീർ ആൻഡ് അവരുടെ ഫാമിലി ഈ റിയാക്ട് ചെയ്ത അവർക്കെതിരെ കുറച്ച് പേർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. അതായത് അവരുടെ ഫാമിലിനെ കുറിച്ച് അവർക്ക് കൂടുതലായിട്ടും ആരാണോ മോശം പറഞ്ഞതായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അവർക്കെതിരെയായിരുന്നു. ഫസ്റ്റ് ആദ്യം ഒരു 3 പേർക്കെതിരെയായിരുന്നു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ മല്ലു റിയാക്ഷനോ അതുപോലെ തന്നെ ഏതൊരു ലേഡീൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ അതുൽ വ്ളോഗ്സും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. 3 പേരുടെ ആ ഒരു വീഡിയോയിലാണ് ഇവർക്ക് കൂടുതലായിട്ടും ഹേർട്ട് ആയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് അവർക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം വീണ്ടും നമ്മളൊരു വീഡിയോ കാണാനിടയായി. കാരണം വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള തമ്മിൽസ് ഇട്ടിട്ട് കുറച്ച് പേരും കൂടെ വീഡിയോസ് ഇറക്കിയതിനെ കുറിച്ചിട്ടും അവർക്കെതിരെയും കേസ് കൊടുക്കാൻ പോകണം എന്നുള്ള രീതിയിലും ബഷീർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വിവി അതുപോലെ തന്നെ മൂപ്പൻ വ്ളോഗ്സ് അവരെല്ലാവരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞു അവർ കേസ് കൊടുക്കാനാണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്കും മറ്റും പോകുന്നതായിട്ടും ഹൈക്കോർട്ടിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇപ്പം പറഞ്ഞിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത് വിവി എന്ന് പറയുന്ന ആ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആ ഒരു വ്യക്തി ഈ ബഷീർ അവരുടെ ഫാമിലിനെ വിളിച്ചിട്ട് സോറി പറയുകയും അവരുടെ ഭാഗത്തുണ്ടായി തെറ്റ് ഏറ്റു പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് ബഷീറിൻ്റെ ഒരു കോൾ റെക്കോർഡിംഗ് വീഡിയോ ഇട്ടിട്ടുള്ളത് ബഷീറിൻ്റെ ചാനലിൽ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് കേട്ടിട്ട് വരാം. അതുപോലെ തന്നെ മൂപ്പൻസ് വ്ളോഗും വിളിച്ചിട്ട് തെറ്റായി പോയി എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. എന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ വീഡിയോക്കകത്ത് രണ്ടാമത്തെ വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ടോ അറിയില്ല. കാരണം ഈ പ്രചരിക്കപ്പെട്ട വീഡിയോ എന്ന് പറയുന്നില്ലേ, അതായത് മനോരമ ന്യൂസിലും വനിതയിലൊക്കെ വന്നു എന്ന് പറയുന്ന ആ ഒരു സാധനം, ആ ഒരു ഭാഗം മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വീഡിയോ ഇച്ചിരി ലെങ്തി വീഡിയോ ആണ്, ഇത് ഏത് വീഡിയോക്കകത്താണ് വരുന്നത് കാര്യം അറിയില്ല. കാരണം ഇത് നിങ്ങളുടെ ഫാമിലി വ്ളോഗിനെ കുറിച്ച് നമ്മൾ സത്യം സംസാരിക്കുന്നു. അതായത് ബ്രോ വീഡിയോ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ കാണാണ്ടാണ് വീഡിയോ ചെയ്തത്. അതായത് ആ പ്രചരിക്കപ്പെട്ട വീഡിയോ ഇല്ലേ, ആ ഒരു സംഭവം മാത്രം കമന്ററി പോലെ കാണിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് മാത്രമാണ് ഞാൻ കണ്ടത്. ആക്ച്വലി ആ സാധനം കണ്ടപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. എന്നിട്ട് രണ്ടാമത്തെ വീഡിയോ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. അതിനുശേഷം കുറച്ചുകൂടെ മുന്നോട്ട് പുള്ളിക്കാരത്തി അവർ പോയിരിക്കുന്ന ഒരു മഷൂറ ബഷീറിന്റെ ഒരു ആ വീഡിയോ ബ്രോ ആലോചിക്കേ. അപ്പൊ ആദ്യം ബ്രോ കണ്ടത് വേറെ ആരോ ചെയ്ത എഡിറ്റഡ് വീഡിയോ ആണ് ബ്രോ കണ്ടത്. ആ വീഡിയോ കണ്ടിട്ടാണ് ബ്രോ റിയാക്ട് ചെയ്തത്. അപ്പൊ ബ്രോന്റെ ആ വീഡിയോ വന്നിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മൂപ്പൻ എന്ന് പറയുന്ന ആ ഒരു മൂപ്പൻസ് വ്ളോഗ് എന്ന് പറയുന്ന ആ ചാനലിനോട് ഞാൻ അവരുടെ വീഡിയോ ഇടയ്ക്ക് എല്ലാ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുള്ളതാണ്. നമ്മുടെ എലിസബത്തിന്റെ ഇഷ്യൂ വന്നപ്പോഴും എല്ലാ വീഡിയോസും ഞാൻ കണ്ടിന്യൂസ് ആയി കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി, എന്താ പറയുക, ഇങ്ങനെയാണോ അവർ വീഡിയോ ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ അത്രയും വിശ്വസിച്ച ഒരാൾ അവരുടെ ഭാഗത്തൊരു തെറ്റ് വെച്ചുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ഇത് അങ്ങനെയായിരുന്നു കേട്ടോ എനിക്ക് അവരുടെ ഒരു സംസാരത്തിൽ തോന്നിയത്. കാരണം മൂപ്പൻസ് വ്ളോഗ് സുഹാനന്റെ വീഡിയോ അവരാ പറയുന്ന ഒരു വീഡിയോ ഫുള്ളായി കണ്ടിട്ടില്ല. അതിലെന്താണ് സംഭവിച്ചെന്നോ ഒന്നും ആൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഏതോ ഒരു ചാനലിൽ ഈ കട്ട് ചെയ്ത പോർഷൻ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് മൂപ്പൻസ് വ്ളോഗ് ഫസ്റ്റ് ഇവർക്കെതിരെ എന്ന് പറയാൻ പറ്റില്ല, ഒരു സജഷൻ പോലെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കതിൽ ഭയങ്കരമായിട്ടൊരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കെന്തോ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പോലെയായിരുന്നു മൂപ്പൻസ് ആ ഒരു ഇത് പറഞ്ഞപ്പോൾ കേട്ടോ. കാരണം ഞാനൊരു കറക്റ്റായിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല, വേറൊരു ചാനലിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നുള്ള രീതിയിലുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്,
അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് എനിക്ക് പറയാനുള്ളത് ബഷീർ അവരുടെ ഒരു ഫാമിലിൻ്റെ മൈൻഡ് സെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു തൻ്റെ ഫാമിലിയിൽ ഒരു പ്രശ്നമില്ലാണ്ട് പോലും ഇത്രയും ജനങ്ങളും അതുപോലെ തന്നെ വീഡിയോ ചെയ്യുന്നവരൊക്കെ എതിർത്തിട്ടും അതുപോലെ തന്നെ മനസ്സ് വേദനിപ്പിക്കുന്ന പോലെ ഓരോ തമ്മിൽ കൊടുത്ത് വീഡിയോ ഇട്ടിട്ട് പോലും ഇങ്ങനെ വിളിച്ചപ്പോൾ വിവി വിളിച്ചു, അതുപോലെ തന്നെ മൂപ്പൻസും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിളിച്ചവരോടൊക്കെ മാന്യമായി സംസാരിക്കുകയും അവരുടെ ഭാഗം കൂടെ കേൾക്കാൻ തയ്യാറാവുകയും അതുപോലെ തന്നെ അവരെ ആ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞുള്ള ആ ഒരു മനസ്സ്, അത് ശരിക്കും ഒരു വലിയ മനസ്സ് തന്നെയാണ്. ചിലവർ വിചാരിക്കും ഇല്ല ഈ കേസോടെ ഞാൻ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വീഡിയോ ക്ലിപ്സോ അല്ലെങ്കിൽ ഒരു തമ്മിലോ വെച്ച് ഞങ്ങൾ എന്തായാലും മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ ചിലവർക്ക് നിൽക്കാം. പക്ഷെ ഒരിക്കലും ഇവരുടെ ഫാമിലി അങ്ങനെ ഒരു ഇതിൽ നിന്നിട്ടില്ല. അവരോട് സംസാരിക്കുന്നത് മാന്യമായിട്ട് തന്നെയാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കാം, വിളിച്ചു പറയാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടാ. അതുപോലെ തന്നെ ഇനിയും കുറച്ച് പേർക്കെതിരെയും കൂടെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരും അവരുടെ ഭാഗം തെറ്റ് മനസ്സിലാക്കിയിട്ട് വിളിച്ച് സംസാരിക്കുക, ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം ഉള്ളത്. കാരണം പലരും ആ ഒരു വീഡിയോ ഫുള്ളായി കാണാതെയാണ് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ഫുള്ളായി കണ്ട് നമ്മളുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി എല്ലാവരും വിളിച്ചൊരു സോറി പറഞ്ഞ് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ.